ഇന്ന് അതിരാവിലെ തന്നെ തോട്ടപരിപാടിയാണ് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ഇത്തിരിയും കൂടെ ഭംഗിയാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഈ ഒരു ഭാഗത്തിന്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പെയിൻ്റ് വൃത്തിയാക്കുന്നതും കണ്ട് എല്ലാവരും ഒരുപാട് സജഷൻസ് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഇടയിൽ ഏറ്റവും അധികം ഉയർന്നു വന്നൊരു സജഷനാണ് 10 മണി നടുശ്രീ എന്നുള്ളത്. എന്നാൽ പിന്നെ 10 മണി നടാമെന്ന് വിചാരിച്ചപ്പോൾ ഇളയവ പറഞ്ഞു വർഷക്കാലം ആകുമ്പോൾ അത് പോവും മോളെ, ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ മഴയായില്ലേ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ചൈനീസ് ബാലസത്തുമ്മ പിടിച്ചാൽ ഇളയവ എന്ന് പറഞ്ഞപ്പോൾ അടിപൊളി ഓപ്ഷൻ ഇളയവ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതാ ഇവിടെ നനച്ച് കൂട്ടിയിട്ട് ഇത്തിരി ചൈനീസ് ബാൾസ് നടാൻ പോവാണ്. ചൈനീസ് ബാൾസ് ആകുമ്പോൾ ഒരുപാട് പൂക്കളുണ്ടാവും. ഇപ്പം മണ്ണ് കൊണ്ടിട്ട കാരണം കൊണ്ട് നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. കുറച്ച് ചൈനീസ് ബാൾസും എൻ്റെ മനസ്സമാധാനത്തിന് പിന്നെ 10 മണിയും കൂടെ നട്ടിട്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് ശ്രീയാണ് കേട്ടോ. 10 മണിയും അതുപോലെ തന്നെ ചൈനീസ് ബാൾസും എനിക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇളയമയാണ്. അവിടെ ഒരുപാട് കളറിലുള്ളതുണ്ട്. മാത്രമല്ല സങ്കര ഇനങ്ങൾ ഒരുപാട് കൂടി ചേർന്ന് ഉണ്ടായതൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് ഡബിൾ കളറും ട്രിപ്പിൾ കളറും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാലത്ത് എണീറ്റ് ഇവരുടെ കൂടെ മിണ്ടിയും പറഞ്ഞും കുറച്ച് നേരം മണിയുടെ അടുത്തും പൊന്നൂൻ്റെ അടുത്തും കരിയുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിങ്ങനെ ഈ ചെടികളൊക്കെ നടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കൈവരാറുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അത് കാരണം കൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഒരു പ്ലാനിങ് ഇല്ലാണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. എക്സാം കഴിയുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാലത്തെ പരിപാടികൾ അങ്ങനെ കഴിയുണ്ടായി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒരു പുതിയ പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ടല്ലോ എന്ന്. നമ്മൾ കുറേ നാളായിട്ട് ഹിമാലയയുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഒരു ഫേസ് വാഷും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. എന്നോട് ശ്രീജ അടുക്കളയിൽ കയറുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴും വേറെ വേറെ ടോണാണല്ലോ എന്ന് കുറേ പേര് പറയുണ്ടായി. നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ലൈറ്റിൻ്റെ എഫക്റ്റുകളൊക്കെ മാറി മാറി വരുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. ആക്ച്വലി ഇതിപ്പോൾ നാച്ചുറൽ ലൈറ്റിലുള്ളതാണ്. ഞാനിങ്ങനെ നമ്മുടെ അവിടെ നിന്ന് വരുന്ന സൂര്യഭഗവാന്റെ കിരണങ്ങളേറ്റിട്ടാണ് ചെറുതായിട്ടൊരു ഗ്ലോ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വരുന്നത്. പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും നല്ല ഗ്ലോ ഒക്കെ വരും കേട്ടോ. ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഹോർമോണൽ ചേഞ്ചസ്, നമ്മുടെ ഫൈബ്രോയിഡ് വന്നിട്ട് കുറേ മാറ്റങ്ങളൊക്കെ ബോഡിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്തതിൻ്റെ പേരിലാണ് നമുക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊല്യൂഷനും അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന സ്കാർസുകളും അതിന് നമ്മൾ കുറേ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡാമേജ് ആവും. ആ സമയത്ത് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റല്ലേ. ഞാൻ പരിചയപ്പെടുത്താട്ടാ. കാലങ്ങളായിട്ട് നമ്മുടെ പൂർവികർ ഉപയോഗിക്കുന്ന ഒരു ഗോൾഡൻ റൂട്ടാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രാ ഓർഡിനറി മെഡിക്കൽ ആൻഡ് ഹീലിംഗ് പവർ ഈ മഞ്ഞളിനുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് കേട്ടോ. ഒരു നാച്ചുറൽ ഹോം റെമഡി എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ സ്കിന്നിന്റെ എല്ലാ പ്രോബ്ലത്തിനും വേണ്ടിയിട്ടുള്ളത്. ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ ടർമറിക്കും അതുപോലെ തന്നെ ലിക്കോറൈൻ്റെയും ഒരു പവർ സ്റ്റേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ ബ്ലെമിഷസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ ചില പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡാമേജുകളും റാഷസുകളും ഒക്കെ വന്ന് ആകെ ഉള്ള സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോയും കൂടെ നഷ്ടപ്പെട്ട് ഡാമേജ് ആവാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്കൊരു വിത്തിൻ ഗ്ലോ, അതും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മളൊന്ന് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിവർ ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്കൊരു നാച്ചുറൽ ഗ്ലോ, അതായത് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ഗ്ലോ അതിന് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവൻ്റെ ഒരു കടമ. നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതായത് സ്വാരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി അവർ നിലനിർത്തുന്നത് കേട്ടോ. അതിന്റെ കൂടെ ടർമറിക്കിന്റെയും ഈ ലിക്കോറൈസിന്റെയും ഒരു ഗുണം കൂടി വരുമ്പോഴേ നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഒക്കെ നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. മാത്രമല്ല ഒരു നാച്ചുറൽ ഗ്ലോ റിവീൽ ചെയ്യാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാവും, ഒരു പൊട്ടെടുത്താൽ മതി നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് കുറേ പ്രൊഡക്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യും കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് സർക്കുലർ മോഷനിൽ അഴുക്കൊക്കെ കളയുന്ന വേഗം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കിന്ന് ഓവർ ഡ്രൈ ഇങ്ങനെ ആക്കണില്ല. മാത്രമല്ല ഒരു സ്റ്റെയിനും നമ്മുടെ സ്കിന്നിൽ ഇത് ഉണ്ടാക്കണില്ല കേട്ടോ. കുഞ്ഞളവിൽ നമ്മളിതിങ്ങനെ കയ്യിലെടുക്കുക, എന്നിട്ടൊരു സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഇങ്ങനെ പതിയൊക്കെ വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. ദിവസത്തിൽ 2 വർഷം നമുക്കത് യൂസ് ചെയ്യാം ഒരു ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട്. പിന്നെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് റേഞ്ചിലുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്താലും അടിപൊളി റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഈ പ്രൊഡക്റ്റ് നമുക്ക് ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും ബാക്കി എല്ലാ കാര്യങ്ങളും ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ചെക്ക് ചെയ്തോളാം.
ഒന്ന് ഫ്രഷായി വന്നപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പൊതുവെ നഖവും കൈയും കാലും ഒക്കെ ഇത്തിരി ഭംഗിയിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെ പോലെ തന്നെ ഞാനും. അപ്പോൾ ഇന്ന് നമ്മുടെ കൈമത്തെ നഖം ഒരെണ്ണം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് എപ്പോഴും ചേച്ചിമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ശ്രീയുടെ കൈമ നഖം എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വളരണേ, മണ്ണിലൊക്കെ ഇട്ട് മാന്തിയിട്ടൊക്കെയാണ്. പക്ഷേ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വളരാറുണ്ട്. ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ മണ്ണിലൊക്കെ മാന്തുമ്പോൾ. പക്ഷേ ഇന്ന് ഈ ഒരു ചൂണ്ടുവിരലുമ്മത്തെ നഖം ഒടിഞ്ഞു പോയപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം അമ്മേരെ കൈമ വെക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് നെയിൽ മേടിച്ച കാര്യം ഓർത്തത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത് ജീവിതത്തിൽ യൂസ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളെ എൻ്റെ കൂടെ കൂട്ടാന്ന്. ഷീൽസിൻ്റെ ഈ ഒരു ഗമ്മുണ്ടല്ലോടാ, അതാണ് നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. 25 രൂപയാണ് ഫേക്ക് നെയിൽസിന് വേണ്ടി ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ നൈക്കയുടെ ഈ ജെൽ ഷൈൻ എന്ന് പറഞ്ഞിട്ട് 205 ഷെയ്ഡിലുള്ള ഈ ഒരു മെറൂൺ കളറിലുള്ള നെയിൽ പോളിഷാണ് കൂടുതലും ഞാൻ ഇടുന്നത് കണ്ടിട്ടുണ്ടാവുക നിങ്ങൾ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോ നഖങ്ങളും നമ്മുടെ നഖത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അളവിലുള്ളത് തിരഞ്ഞെടുക്കാം. എന്നിട്ട് സാധാരണ ക്യൂടെക്സ് ഇടുന്ന പോലെ തന്നെ, ക്യൂടെക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പഴയ നൊസ്റ്റാൾജിക്ക് ഓർമ്മ വരുന്നു അല്ലേ. സോറി, നെയിൽ പോളിഷ് ഇടുന്ന പോലെ തന്നെ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഓരോ നെയിൽസ് നമ്മുടെ പാകാവുന്ന രീതിയിൽ, അതായത് നമ്മുടെ നഖത്തിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റിന് വെയിറ്റ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഈ ഒരു പശ എന്ന് പറയുന്നത് ഫെവിക്യൂക്കിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. സംഭവം 2 ആഴ്ചയൊക്കെ ഇതുപോലെ തന്നെ നിൽക്കും കേട്ടോ. വെള്ളം നനയുണ്ടെങ്കിൽ മാത്രമാണ് ചെറിയൊരു ഇളക്കം പറ്റുള്ളൂ. പക്ഷെ അതെനിക്ക് തോന്നുന്നു വെള്ളം നനയില്ല എന്നുണ്ടെങ്കിൽ കുറേ ദിവസം നിൽക്കുന്നതേ കണ്ടോ. ഇത്രയും വലിയ നഖങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഒറിജിനാലിറ്റി ഫീലും ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും വലിയ നഖങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായ കാരണം കൊണ്ടും പിന്നെ ഇതൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാത്ത അത്രയും വലിയ നഖങ്ങൾ എനിക്ക് കാണുമ്പോൾ എനിക്കൊരു മനസ്സംതൃപ്തി ഇല്ലാത്ത കാരണം കൊണ്ടും എവിടെയോ എന്തൊക്കെ ഒരു ഫേക്ക്നെസ് ഫീൽ ചെയ്യുന്ന കാരണം കൊണ്ടേ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് വെട്ടി കളഞ്ഞിട്ട് ഇതുമ്പോൾ നെയിൽ പോളിഷ് ഇടാമെന്ന് വിചാരിച്ചു. ജെൽ നെയിൽ പോളിഷ് ആയ കാരണം കൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അക്രിലിക്കിൻ്റെ നെയിലല്ലത്, അത് കാരണം കൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കല്യാണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന ഒരു നഖം വളർത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്താൽ മതിയുടെ. വെറും ഒരു 180 രൂപയാണ് പശയ്ക്കായിട്ടുള്ളത്, 25 രൂപയാണ് നമ്മുടെ ആ നഖങ്ങൾക്കായിട്ടുള്ളത്. 288 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഒരുപാട് 500 നഖങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ള ഒരു 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 കിംവദന്തി ഞാൻ കേട്ടായിരുന്നു. ഞാൻ തപ്പി നോക്കിയിട്ടില്ല, നിങ്ങളൊന്ന് തപ്പി നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ ഇത് നെയിലാട്ടിന് വേണ്ടി മേടിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. എനിക്ക് ഈ ഒരു നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൈൻഡ് കുറച്ചൊന്ന് റിഫ്രഷ് ആവുന്നു, അതിലൊരു കാര്യമാണ് കേട്ടോ ഇത്. ഈ നെയിലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുത്തിയും പറിച്ചൊക്കെ ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ നമ്മുടെ റെഡ് നെയിൽ പോളിഷുമേ ചെറിയ വൈറ്റ് കളറിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി ആർഭാടായിട്ട്, നഖത്തിന് ഭയങ്കര നീളക്കൂടുതലായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ച് കളഞ്ഞ് അതിൽ ഞാൻ വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് അല്ലടാ, കൂടുതലും നമ്മുടെ ഈ ഒരു സിൽവർ കളർ ഞാൻ യൂസ് ചെയ്യാറുണ്ട് നന്നായിട്ട്. കാലുമഴൊക്കെ എപ്പോഴും സിൽവർ സിൽവർ കളറായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത് ഞാൻ കൈമിട്ട് കൊടുത്ത് നഖം ഒന്ന് കുറച്ചും ചെയ്തു കേട്ടോ. അപ്പോൾ അടിപൊളി നഖമായി. ഇനി നമുക്ക് പതുക്കെ ഇവിടെ നിന്നൊരു യാത്രയ്ക്ക് പോയാലോ. ഈ ചൂട്ടുകാലത്ത് എങ്ങനെയാണോ ശ്രീകുട്ടൻ അങ്ങനെ കയറ് 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 പൊക്കോ കയറിക്കോ. എന്താ പുതിയ റിങ് കണ്ട, പുതിയ റിങ് എന്നല്ല നമ്മൾ ചെറുപ്പത്തിൽ പറയാറ്. എന്താ പറയുക, ബോന്ന ഹെയർ ബാൻഡ്, അതന്നെ സംഭവം. അപ്പോൾ നമ്മളിന്ന് ഒരു കുഞ്ഞു പർച്ചേസ് ഉണ്ട്, അതിനു വേണ്ടി പോവാം. കണ്ടാന്നേക്കാം. നഖത്തുമ്മ വീണ്ടും കുറച്ച് അൽത്തുകൊളുത്ത് പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നതേ, നമ്മൾ ആദ്യം വേണ്ട കാര്യങ്ങൾ അവസാനം ചെയ്യുള്ളൂ എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇനിയിപ്പോൾ അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു അവസരം വന്നപ്പോൾ ദേ കണ്ട നമ്മുടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് കുറച്ച് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ വേസ്റ്റുകളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു റിങ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു ജോസേട്ടൻ്റെ വീട്ടിലാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ 2.10, 2.2, 2.5 അതൊക്കെ പറഞ്ഞിട്ടുള്ള അളവിലുള്ള 2 മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയോ. ഫുഡ് വേസ്റ്റും ഒരെണ്ണം നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഹരിതസേന ചേച്ചിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉണക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരെണ്ണം മേടിച്ചു കൊണ്ട് വന്നുള്ളൂ. ബാക്കി നമ്മുടെ വാഴയ്ക്ക് വളമായിട്ട് വാഴയുടെ കടയ്ക്ക് ഇട്ടാൽ മതി എന്ന് ഭാഗ്യം പറഞ്ഞു. അങ്ങനെ ബൗളൊക്കെ ആയിട്ട് പോകുന്നത് കടയ്ക്കാണ് കേട്ടോ. ഇത് കഴുകിയിട്ട് എടുക്കാനായിട്ട് ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഉണങ്ങിയിട്ട് അതിൽ മുത്ത ഇപ്പോഴാണത് ഇത്രയ്ക്ക് വൃത്തിയുടെ കഴുകിയിട്ടിടാൻ പറ്റുള്ളൂ. അവിടെ ചെന്നൊന്നും കൂടി കഴുകിയിട്ടിടാം. വേണ്ട, വിശക്കുണ്ടല്ലേ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമുക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. നമ്മൾ നേരെ പോയത് ഡെക്കത്തലോണിലേക്കാണ്. വെക്കേഷനൊക്കെ അല്ലേ, വെക്കേഷൻ ആയിന്ന് വേണമെങ്കിൽ പറയാലോ. അപ്പൊ പിള്ളേർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ചെറിയൊരു ബാഡ്മിന്റൺ കോർട്ട് കെട്ടാനുള്ള പരിപാടിയിലായിരുന്നു നമ്മൾ കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ശ്രീകുട്ടന്റെ കുഞ്ഞു കുഞ്ഞു മോഹങ്ങൾ മുട്ടിയിട്ടത്. അപ്പൊ അതിന്റെ പിന്നാലെ കുറച്ചു നേരം നമ്മൾ പറന്ന് നടന്നു.
വലിയ ചിലവില്ലാതെ നമ്മുടെ മക്കളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഡെക്കത്തലോൺ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തലൂര് നമുക്ക് ഡെക്കത്തലോൺ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ ദിവസമായിട്ട് ശ്രീകുട്ടൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും ബെറ്റ് ഉണ്ടമ്മ ബെറ്റ് ഉണ്ടമ്മ എന്ന് ചോദിക്കും. എന്നിട്ട് ബെറ്റിൻ്റെ അവസാനം ആള് ആവശ്യപ്പെടുന്നത് ഈ കാണുന്ന സ്കേറ്റിംഗ് ഷൂ ആണ് കേട്ടോ. ആളുടെ സ്കേറ്റിംഗ് ഷൂ കുറച്ച് നാൾ മുമ്പ് ഒരു പട്ടി കടിച്ചിട്ട് അത് ഇപ്പോൾ ടൈറ്റ് ആവണില്ലേ അത്ര. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് മേടിച്ചു തരാൻ പറ്റില്ല, ഇനി അടുത്ത ലെവലിലേക്ക് പോകണം, അപ്പോൾ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ മേടിക്കാൻ ശ്രീകുട്ടാന്ന് പറഞ്ഞപ്പോൾ ആളൊന്നും പറഞ്ഞില്ല. ആൾ ആ ഒരു സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ആയി ജെല്ലായി പോവുകയാണ്. അപ്പോൾ എനിക്ക് പാവം തോന്നി. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് വലിച്ചിട്ട് ആക്ച്വലി ഇവിടെ കളിക്കാനുള്ള കൂട്ടുകാരോ അങ്ങനെയുള്ള അവസരങ്ങളോ ഒന്നും ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഒരു ഷൂ അല്ല ആൾ ചോദിച്ചോളൂ, അത് മേടിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. അതാകുമ്പോൾ വീടിൻ്റെ ഉള്ളിലിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പിച്ചൊക്കെ നടന്ന് ആളതുമായിട്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ആൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഈ കാണുന്ന പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവരൊരാഗ്രഹം പറയുമ്പോൾ ഇവിടെ സിദ്ദിഖേട്ടൻ പറഞ്ഞ പോലെ പിള്ളേരെന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നടക്കണതാണെങ്കിൽ അങ്ങോട്ട് സാധിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ അതൊരെണ്ണം കാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇടുമ്പോൾ തന്നെ ട്രയലില്ല, ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അഴുക്കാവും, അപ്പോൾ നമ്മളത് മേടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ വേണ്ട അമ്മ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇട്ട് നോക്ക് നീ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് മേടിച്ച് കൊടുത്തപ്പോൾ ആളുടെ ഹാപ്പിനെസ് ഭയങ്കരമായിരുന്നു കേട്ടോ. ശ്രീകുട്ടൻ ചുറ്റും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ വെപ്രാളാണ് ഇതൊക്കെ കാണുമ്പോൾ ഉള്ളത്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സ്കേറ്റിംഗ് ക്ലാസ്സിന് വരാറുള്ള കാരണം കൊണ്ട് അവന് വലിയ പുതുമയായിട്ട് തോന്നില്ല. പക്ഷെ ചില കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ ആഹ്ലാദത്തോടെ കൂടെ അങ്ങനെ പാറി പറക്കണ കാണുമ്പോൾ ശ്രീകുട്ടൻ ഒരു അത്ഭുത. എനിക്ക് പോലും അവർ വീഴുമാവോ എന്നൊക്കെയുള്ള പേടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മേടിക്കാൻ വന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ റാക്കറ്റും അതുപോലെ തന്നെ കോക്കൊക്കെയാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 10-250 രൂപ പെർ പീസിൻ്റെ ആവുന്നതാണ്. പക്ഷെ ഇതിൽ 8,000 രൂപ വരെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. ഈ 1299 മതി മോനെ. അതിലേറ്റവും കുറവാതാ. ഇപ്പുറത്ത് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന 2 ബേസിൽ ഏറ്റവും മുന്തിയതെന്ന് പറഞ്ഞ രീതിയിൽ എടുത്തു കേട്ടോ. എന്നിട്ട് തന്നെ പെർ ബാറ്റിന് 1299 രൂപയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കുറച്ച് ലോക്കലായിട്ടുള്ളത് എടുത്തു. പിന്നെ ഒരു കുപ്പി ഒരു പെറ്റി നമ്മുടെ കോക്കിൻ്റെ എടുത്തിട്ടുണ്ട്. ഇനി നല്ല ഭംഗിയുള്ള ഒരു ഷട്ടിൽ കോട്ടും കൂടി ഉണ്ടാക്കി തരും എന്നാണ് ഭാഗ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ശ്രീകുട്ടന് വലിയൊരു സർപ്രൈസൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ആൾ പറയുന്നത് പഴയതിനേക്കാളും കുറച്ചും കൂടി ഹൈ സ്പീഡാണ് അത്ര അതിന്. എനിക്കിതിനെക്കുറിച്ച് ABCD അറിയാത്തതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ലടാ. ശ്രീകുട്ടൻ്റെ ഇഷ്ടത്തിനാണ് അവന് വേണ്ടിയിട്ടുള്ള കളറുകളൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് വെച്ചിട്ട് എത്ര കൊല്ലമായി എന്നറിയോ നമ്മുടെ വീട്ടിലിരിക്കുന്നത്. അത് തലൂര് നമ്മൾ താമസിച്ചിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഡെക്കത്തലോണിൽ വരിക എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ വരുന്ന പോലെയായിരുന്നു കേട്ടോ. അന്ന് മേടിച്ച് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ടെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫോറസ്റ്റ് ടെൻറ്റ് ഇല്ലേ, അത് അന്ന് നമ്മൾ നല്ല ഓഫറിലൊക്കെ വന്ന സമയത്ത് മേടിച്ച് വെച്ചതാണ്. അത് അന്ന് മേടിച്ച് വെച്ച പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായത് നമ്മുടെ തലൂര് വീട്ടിലത്തെ വീഡിയോയിൽ. ഇപ്പോൾ അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ നിന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് മടങ്ങാണ്. വീട്ടിലേക്ക് മടങ്ങണേക്കാളും മുന്നേ നമുക്ക് കട വരെ ഒന്ന് പോകണം. ഇവിടെയാണ് ശ്രീകുട്ട സ്കേറ്റിംഗ് പഠിക്കുന്നത് സോമൻ സാറിൻ്റെ കീഴിൽ കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോണില്ല. ഇനി സ്കൂൾ വെക്കേഷൻ തുടങ്ങിയല്ലോ, അപ്പോൾ വീണ്ടും പോവാന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് തലൂർക്ക് വരലൊരു ചടങ്ങാണേ. എന്തൊക്കെ കഴിക്കണ കടയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് സിനിമാ തിയേറ്ററിലേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എമ്പുരാൻ കാണാൻ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ പോണത്.
നമ്മളിൽ ഒരുപാട് പേര് എമ്പുരാൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? കാരണം പ്രതീക്ഷയോടെ നമ്മളിങ്ങനെ ലാലേട്ടനും പൃഥ്വിരാജൊക്കെ ഒന്നിക്കുന്നത് ഇങ്ങനെ ആകാംക്ഷയോടെ കൂടി ഇരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു. സിനിമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ലൂസിഫർ ആണോ എമ്പുരാനോ ആണോ ഇഷ്ടമായി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ലൂസിഫറാണ് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. വീട്ടിൽ വന്നതും നമ്മൾ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനും അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ കെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഡെൽസി ആൻറ്റി വന്നത്. അങ്ങനെ ഡെൽസി ആൻറ്റിയോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. ഒരെണ്ണല്ലോ അപ്പൊ മനസ്സിലായി കുഞ്ഞിതാന്ന്. അമ്മേ ചേറാൻ എന്ന് പറയും, വാഗ എന്നൊക്കെ പറയുന്ന സാധനം. പിടിച്ചിട്ട് നിക്കല്ലേ 2.5 കിലോ തൂക്കണ്ട കേട്ടോ. അത് 700 രൂപ മേടിച്ചാ 2.5 കിലോ. ബാക്ക് വശം കാണാം. ഇത് ചൂണ്ടിയിട്ട് കൊണ്ടുവരുന്ന മീനാണ് കേട്ടോ. ഇതിന് നമ്മുടെ ഇവിടെ പറയുന്നത് ചേറാൻ, വാഗ അങ്ങനെയാണോ? അങ്ങനെയാണ് തോന്നുന്നു. ഈ പേര് എനിക്കറിയില്ല, കാരണം ഞാനിതൊന്നും വലിയ കാര്യമായിട്ട് കഴിക്കാറില്ലടാ. അപ്പോൾ ഇതിനെ ജീവനുള്ളതുകൊണ്ട് വെള്ളത്തിൽ പിടിച്ചിട്ടുണ്ട് ഭാഗ്യൻ. ഒരു സന്ധ്യാസമയമൊക്കെ ആയപ്പോഴേക്കും അതിനെ വെട്ടി കൂട്ടാൻ വയ്ക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അത് തന്നെ ചത്തു കേട്ടോ. കുറേ വട്ടം താഴെയൊക്കെ വീഴുകയൊക്കെ ഉണ്ടായി. അത് കാരണം കൊണ്ടൊക്കെയാന്ന് തോന്നുന്നു. അങ്ങനെ അതിനെ ഇന്ന് കഴുകി തരുന്ന ആള് നമ്മുടെ ഭാഗ്യനാണ്. ഭാഗ്യൻ ഇപ്പം മീൻ നന്നാക്കുന്നതിൽ പ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഈ പണി ഭാഗ്യനെ ഏൽപ്പിക്കുക എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് മാത്രമാണ് ആൾ ചെയ്തു തരുള്ളത്. നമ്മുടെ മത്തിൻ്റെ ആളെന്ന് ആൾ ചെയ്തു തരില്ല. ഈ വക പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് ആൾക്ക് നല്ല താല്പര്യമാണ്. ഇത് പഴയ മീൻ പോലെയല്ലടാ, കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഫ്രഷ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ചതമ്പലും കിണ്ണം പോലെയാണ് ഇരിക്കേണ്ടതെന്ന്. ഇത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ ചെറിയ ചതമ്പലും കാര്യങ്ങളും, നമുക്ക് അത്യാവശ്യം മൂർച്ചയുള്ള ഒരു കത്തിയും കൂടി കിട്ടിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, ഭാഗ്യം ചടപടയെന്ന് അത് ശരിയാക്കി തന്നു. ഇത് ചെളിമണം പോലെ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ചില മീനുകൾ. എനിക്ക് കരിമീനും അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭാഗ്യൻ അത് ശരിയാക്കി തന്നിട്ടുണ്ട്. നമുക്കിനി പുളിവെള്ളത്തിലൊന്നും ഇട്ടിട്ടേ ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു കറയുണ്ടല്ലോ അതൊന്ന് കളയാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രിഡ്ജിൽ കറികളും സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ച കാരണം കൊണ്ട് ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദോശയും അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് കറി ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പനീർ കറി ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു നമ്മുടെ മീഷോന്ന് മേടിച്ചിട്ടുള്ള സ്പ്രേ ബോട്ടിലുണ്ടല്ലോ, അത് ഉപകാരത്തിലെത്തിയിട്ടുണ്ട്. അതും നമ്മുടെ ദോശയൊക്കെ സെറ്റാക്കി വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മീനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് പത്മനാഭേട്ടനും അതുപോലെ തന്നെ നമ്മുടെ രമേശ് ചേട്ടനും ഇവിടെ ചീര പൊട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 2-3 ദോശ ഉണ്ടാക്കി കൊടുത്തു. അവർ മണിയായിട്ടുള്ള സല്ലാപത്തിലാണ്. അപ്പോൾ രണ്ടുപേരും ചീര മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ചീരമുറിയൊക്കെ അവസാനിച്ചു കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ചെത്തിക്കൂട്ടി വാഴയ്ക്ക് വളാക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ മീനിൽ നമ്മൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പുളി എടുക്കും. ആ പുളി നമ്മുടെ ഇത്തിരി ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ചെയ്യാന്ന്. അപ്പോൾ ചേച്ചിമാർ എന്നോട് പറഞ്ഞു അതങ്ങനെ ചെയ്യണമെന്നില്ല, വെറുതെ നമ്മുടെ പുളിവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി, വെള്ളം ചൂടാവണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് വെള്ളം ചൂടാവുമ്പോഴാണ് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കഷ്ണമാക്കിയിട്ടാണ് ഭാഗ്യം തന്നിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മൾ അതിലൊന്ന് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതിനെ പുറത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. നമുക്കൊരു ചെളിമണം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയില്ല. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ മീനുകൾ, എനിക്കിങ്ങനെ വെളുത്തിരിക്കുന്ന മീനുകളൊന്നും ഇഷ്ടമല്ല. എനിക്ക് നന്നായിട്ട് നല്ല എന്താ പറയുക എരിവും മുളകും ഒക്കെ പിടിക്കുന്ന നമ്മുടെ മത്തി ആ വക ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. ഇതിൻ്റെ എല്ലിന് നല്ല മൂപ്പുള്ള കാരണം കൊണ്ട് ഇത് മുറിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നോട് ചേച്ചിമാർ പറയണ്ടായിട്ടോ പുതിയ കത്തി മേടിക്കും, മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് മീൻ മാർക്കറ്റിൽ സെപ്പറേറ്റ് കത്തി കിട്ടുന്നൊക്കെ. അതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വീട്ടിൽ നിന്ന് എങ്ങനെയാണെന്ന് അറിയില്ല, കൈയും കാലുള്ളതാന്ന് തോന്നുന്നു, നടന്നങ്ങോട്ട് പോകുന്നേ. നമ്മുടെ വീട് അവർ പരിഷ്കരിക്കും. അങ്ങനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ചെറിയ ചെറിയ സ്ലൈസായിട്ട് അതിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അത്ര ഈ ഒരു മീൻ. തിരികെ സ്വീകരണ മുറിയുടെ പ്രകാശത്തിലെത്തിയപ്പോൾ ഒരു നിമിഷം തലയുയർത്തി നിന്നു. ഇപ്പോൾ ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കാം.
ഇനി എന്താ പാതിരാത്രി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നെ വറക്കാനാണ് ഉദ്ദേശിക്കണത്. കറിയൊന്നും വെക്കണില്ല. കറി നാളെ വെക്കാമെന്ന് വിചാരിച്ചു. നാളെ ചേട്ടന്മാർ പണിക്കുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവർക്ക് കറി വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇടണ്ടടാ, മുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, ഉപ്പ് ഇടണം. ഇത്ര സാധനങ്ങൾ മാത്രമാണ് നമ്മളിവിടെ മീൻ വറക്കുമ്പോൾ ഇടാറുള്ളൂ. പിന്നെ ഇതിന് ഒരു മണം ഇങ്ങനെ ഫീൽ ചെയ്യുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് ചെറുനാരങ്ങ നീരും പിന്നെ അത്യാവശ്യത്തിലധികം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ആദ്യം കൈ കൊണ്ടൊക്കെ എനിക്കിങ്ങനെ നമ്മൾ ചെടിയൊക്കെ നട്ടിട്ട് നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഈ എരിവ് പോകുമ്പോൾ ഭയങ്കര നീറ്റലായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്പൂൺ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. ഏറ്റവും ലാസ്റ്റ് കൈ തന്നെ ശരണം. ഈ കൈ കൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കൈ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനക്കുറവ് വരുമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു താഴെ കമൻറ്റ് ചെയ്തോളൂ. ഫൈനലി നമ്മളിത് എല്ലാം കൂടി തിരുമ്പി പുരട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ സ്പ്രേ ബോട്ടിലുള്ള കാരണം കൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യണ ആവശ്യമില്ല. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിങ്ങനെ ഓരോ കഷ്ണങ്ങളായി വറുത്തെടുക്കവേ മണം കേട്ട് നമ്മുടെ ഭാഗ്യം ചോറും പ്ലേറ്റുമായി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഒരു കുട്ടി വ്ളോഗാണല്ലേ. നിങ്ങൾ എന്നും വീഡിയോ വേണം ശ്രീ എന്ന് പറയുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഇതുപോലെ കുഞ്ഞു വ്ളോഗുകളായിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.